മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥൻ്റെ അഡ്വക്കേറ്റ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. മേഘനാഥൻ അത്തരത്തിലൊരുള്ളവനല്ല. അവൻ ചെറുപ്പം മുതലേ മഞ്ജുവിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നതാണ്. മാനസി എന്ന സ്ത്രീ പിഴച്ച സ്ത്രീയാണ്. ആ കുഞ്ഞ് അതുപോലെ മേഘനാഥൻ്റെ അല്ല, വേറെ ആരുടെയോ കുഞ്ഞാണ് എന്ന് അഡ്വക്കേറ്റ് ഇങ്ങനെ വാദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥന് ഒരു സന്തോഷമാണ് കേട്ടോ. ഏതായാലും താൻ ജയിച്ചു പോകും, തൻ്റെ അഡ്വക്കേറ്റിന് കഴിവുണ്ട് എന്നല്ല അങ്ങനെ കരുതുകയാണ്. അതേപോലെ തന്നെ മേഘനാഥൻ മാനസിയെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ മാനസിയെ അതുപോലെ തന്നെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. മാനസിക്ക് മാനസയുടെ സ്ത്രീത്വത്തെയാണ് അപമാനിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ്. അത് മാനസയുടെ മുഖത്ത് കാണാനും ഉണ്ട് കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ ആനന്ദ് പെട്ടെന്ന് വരികയാണ് കേട്ടോ. വന്നിട്ട് കോടതിയോട് പറയുകയാണ്, എനിക്ക് 2-3 തെളിവ് തരാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോസും എല്ലാം കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഈ തെളിവ് കോടതി അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അപ്പുവിൻ്റെ DNA ടെസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അതിനു മുമ്പ് തന്നെ നമ്മുടെ അനന്തു 2 പേരുടെയും മുടിയിഴകളെല്ലാം കൊടുത്ത് DNA ടെസ്റ്റെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടതോട് കൂടിയിട്ട് മേഘനാഥൻ്റെ മുഖംമൂടി അങ്ങനെ അഴിഞ്ഞ് വീഴുകയാണ് കേട്ടോ. മേഘനാഥന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു പോകുകയാണ് കേട്ടോ. മേഘനാഥൻ ഒരു നിമിഷം ചിന്തിക്കുകയാണ്, തൻ്റെ അത്രയും സ്വത്തുക്കളും എല്ലാം ഇനി അപ്പുമോന് കൊടുക്കേണ്ടി വരും. അത് ആലോചിച്ചപ്പോൾ തന്നെ മേഘനാഥനാകെ തല പുകയാണ് കേട്ടോ. പിന്നീട് കോടതി അത് ഉപാധികളോടെ ജാമ്യം കൊടുക്കാനുള്ള വ്യവസ്ഥ വെക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ കേസ് നീണ്ടുകൊണ്ടേയിരിക്കും. കാരണം അപ്പുവിനും മാനസിക്കും ഇതിലൊരു നീതി വാങ്ങിക്കൊടുക്കണം. അതുകൊണ്ട് കേസ് തൽക്കാലത്തേക്ക് നീട്ടിവെക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം മേഘനാഥന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയാണ് കേട്ടോ. മേഘനാഥൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അതേസമയം പുറത്ത് മാർക്കോയും മാനസിയും സാഗറും മഞ്ജുവും എല്ലാവരും കൂടി അവിടെ നിൽക്കണം കേട്ടോ. അതിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മേഘനാഥൻ പറയാണ്, ദേഷ്യത്തോടു കൂടി പറയാണ്, ഇത് ജയിച്ചു എന്ന് നിങ്ങൾ ആരും കരുതണ്ട. ജയം ഒരാൾക്ക് മാത്രമുള്ള, എനിക്കും ജയം ഉണ്ടാകും. ആ സമയത്ത് ബാക്കി കാണാമെന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയുക, ഒരുപാട് വർത്തമാനം പറയാതെ ജാമ്യം കിട്ടിയില്ലേ, നീ പോവാൻ നോക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ എന്തായാലും തിരിച്ച് ജയിലിലേക്ക് പോകും, പക്ഷേ 2 ആളെ കൊന്നിട്ടേ പോകുള്ളൂ എന്നിങ്ങനെ പറയണം. അതിനുശേഷം സാഗർ നോക്കണം കേട്ടോ. അത് കാണുമ്പോൾ മാർക്കോ അങ്ങനെയൊക്കെ ദേഷ്യം വരികയാണ് കേട്ടോ. മാർക്കോ പറയണം, ഇപ്പോൾ സാഗറും മഞ്ജുവും മാനസികം കൂടി പകത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജാമ്യം തന്നെ ഇല്ലാതാക്കും. നീ അതിനുള്ള ഇടവരുത്തരുത്. പിന്നെ മഞ്ജുവിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു പറഞ്ഞാൽ ഞാനുണ്ട്, ഞാൻ മരിക്കുന്നവരെ അവരുടെ കൂടെ ഉണ്ടാകും. കാരണം കണ്ണൻ സാറിൻ്റെ പെങ്ങളുടെ മേത്ത് ഒരു പൊടി പോലും എടുത്ത് ഇടാൻ ഇനി പറ്റില്ല. അതുകൊണ്ട് നീ അതിന് നിൽക്കണ്ട, നീ പൊയ്ക്കോ, നിൻ്റെ കാര്യം നോക്കി നീ പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം മാർക്കോ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മേഘനാഥനും വെല്ലുവിളിക്കണം. മാനസിയോട് മാർക്കോ പറയുന്നുണ്ട്, മാനസിയും കുഞ്ഞും ഒരിക്കലും പേടിക്കേണ്ട, ഞാനിരിക്കുന്ന വരെ നിങ്ങൾ പേടിക്കണം, നിങ്ങളുടെ കാര്യങ്ങളിൽ എന്തായാലും ഒരു തീർപ്പാക്കിയിട്ടേ ഞാൻ പോകുള്ളൂ എന്നിങ്ങനെ മാനസിയോട് മാർക്കോ പറയണം കേട്ടോ. അതേസമയം പിന്നീട് ദുർഗയും കരുണയും ഉണ്ണിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മഹാലക്ഷ്മി കാരണമാണ് മേഘനാഥനെ ഇങ്ങനെ ആക്കിയത്. മാനസി എന്നുള്ള ഒരു പെണ്ണും ഒരു കുട്ടിയുണ്ട്, എല്ലാ കള്ളക്കഥകളും ഈ മഹാലക്ഷ്മിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിങ്ങനെ ദുർഗ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, മേഘേട്ടനെ എന്തായാലും അധപ്പതിച്ചു, മേഘനേട്ടൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും അധപ്പതിച്ചു പോയി, ഇതെല്ലാത്തിനും കാരണം അവൾ ഒരുത്തിയാണ് എന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി വരികയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ എന്തായാലും പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഞങ്ങളെ നിങ്ങൾ പഴിക്കണ്ട. മേഘനാഥൻ്റെ സ്വഭാവം അതാണ്, അവൻ അത്രയും മോശം സ്വഭാവമുള്ളവനാണ്. അവന് ഈ ഒരു പെണ്ണ് മാത്രമല്ല, അവന് ഒരുപാട് പെണ്ണുങ്ങളും ഇനി കുട്ടികളും ഉണ്ടോയെന്നറിയില്ല. ഞാൻ വെറുതെയല്ല അവനെ കമ്പനിയിൽ നിന്ന് പറഞ്ഞയച്ചത്. അവൻ്റെ തെറ്റ് ഒരിക്കലും ക്ഷമിക്കാനും പറ്റില്ല. അതുകൊണ്ട് മഞ്ജു ചെയ്ത് സാഗറിനെ ഞാൻ നല്ലതാണെന്ന് പറയുന്നില്ല, പക്ഷേ സാഗറും മോശപ്പെട്ടവനാണ്. അവളങ്ങനെ മേഘനാഥൻ്റെ നിന്ന് അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവൾ സാഗറയും ഒഴിവാക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ 2 കൈയും നീട്ടി സ്വീകരിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗയ്ക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. ഇതെല്ലാവരും കൂടി ചതിച്ചിരിക്കുകയാണ് മേഘനാഥനെ എന്നിങ്ങനെ പറയണം. ചതിച്ചിരിക്കുകയല്ല, ഉള്ള കാര്യമാണ് നടന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയും. കരുണയോട് ചോദിക്കും, നിനക്ക് ഇത്രയും അഹങ്കാരവും അഹമ്മതിയും എന്തിനാണ്, നീ ഇങ്ങനെ ഒരു പെൺകോന്തനായല്ലോ എന്ന് ഉണ്ണിയോട് ഇങ്ങനെ പറയണം കേട്ടോ. നിങ്ങളിനി ഇതുമല്ല ഇതിനപ്പുറം നിങ്ങൾ ചെയ്യും എന്നിങ്ങനെ പറയണം. ആരും മഞ്ജുവിനെ സഹായിച്ചില്ലെങ്കിലും ഞാൻ മഞ്ജുവിനെ സഹായിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയണം. നീ എൻ്റെ അനിയനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, നീ വെറും പെൺകോന്തനായി എന്നിങ്ങനെ പറയണം. നീ നിൻ്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുക, ആദ്യം നീ ഒരാണായി ജീവിക്കടാ, എന്നിട്ട് ബാക്കി കാര്യം മതി എന്ന് കണ്ണൻ
ഉണ്ണിയോട് ഇങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ദുർഗയ്ക്കും കരുണയ്ക്കും എല്ലാവർക്കും ഇങ്ങനെ ദേഷ്യം വരികയാണ്. കണ്ണൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. മഞ്ജുവിനെ ഞാൻ എൻ്റെ അനിയത്തിയാണ് എൻ്റെ മഞ്ജു, അവളെ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിച്ച് അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അതിനാരും എതിർത്താലും ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനമില്ല എന്ന് തറപ്പിച്ച് പറയും.